Hello Namaskaram, I am Merin. Welcome to my channel. In this video, we will do Bakrid special calligraphy. If the video starts, you can channel subscribe. Please do subscribe. Subscribe and press the bell icon. Press because I videos notification. You can the video start. I use the paper the drawing sheet paper. This size 15 by 15 cm. So, we moon. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു സോസർ ആണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് മൂൺ വരയ്ക്കാം. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് മൂൺ വരച്ചിട്ടുണ്ട് കണ്ടില്ലേ? അധികം ഡാർക്ക് ആയിട്ട് വരയ്ക്കരുത് കാരണം നമ്മൾ ഇതിന്റെ മേളിൽ നമ്മൾ പോസ്റ്റർ കളേഴ്സ് വെച്ച് വരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈദ് മുബാറക് എന്നുള്ള ഒരു ടെക്സ്റ്റ് എഴുതണം. അതും നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ പോസ്റ്റർ കളേഴ്സ് വെച്ച് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അധികം ഡാർക്ക് ആയിട്ട് വരയ്ക്കരുത്. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റർ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. എവിടേക്കാണ് ഡൗൺ സ്ട്രോക്ക് അവിടെ ബ്രഷ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലവറൽ ഡിസൈൻ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ടിപ്പ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പോസ്റ്റർ കളേഴ്സ് യൂസ് ചെയ്യാം, വാട്ടർ കളറും യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അക്രലിക് കളർ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് പെയിൻറ് ചെയ്താലും മതിയാവും. ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റെഡും ബ്ലൂവും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
നമ്മൾ പോസ്റ്റർ കളർ വെച്ചിട്ട് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ പെൻസിൽ കളർ വെച്ചിട്ട് ഒന്നോടൊന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാർഡ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫാബർ കാസ്റ്റലിൻ്റെ പെൻസിൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പെൻസിൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ കളേഴ്സ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബേസ് ആയിട്ട് ചെയ്തേക്കുന്ന കളർ എന്ന് പറയുന്നത് റെഡും ബ്ലൂ ആണ്. അതുകൊണ്ടാണ് അതിനോട് ചേർന്നിരിക്കുന്ന തന്നെ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലൂ കളറിന് ഷെയ്ഡിങ് കൊടുക്കാം. നമ്മൾ പെൻസിൽ കളർ വെച്ചിട്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് വെച്ചിട്ട് ബ്ലാക്ക് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കാലിഗ്രഫി കാർഡ് റെഡിയായി. കണ്ടില്ല എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ല രസമാണ്, നല്ല ഫ്ലോറൽ ഡിസൈനാണിത്. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്, ആർക്കും ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബക്രീദിന് ഉറപ്പായിട്ടും ഈ കാലിഗ്രഫി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോസ് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.